PC ജോർജിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും, അതുപോലെ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും, തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയും. ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഒരർത്ഥത്തിൽ ഒരു വിടുവായനാണ്. നീ എന്തിനാണ് ഒരു കുണ്ടൻകിണറിനെ ഉൾക്കൊള്ളുന്നത്? ഇപ്പോൾ PC ജോർജ് ചെയ്യുന്നത് ഷണ്ഡീകരണ പ്രവർത്തനമാണ്. എൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും പേരല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. സ്വന്തം ഭാര്യയ്ക്ക് ഏത് കളറിലുള്ള സാരി ഇഷ്ടാവും എന്ന് അറിയാൻ പറ്റാത്ത ആളാണ് ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി മലയാളികൾ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു സ്വാമിയുടെ വാക്കുകളാണ്. വിശ്വഭദ്രാനന്ദ ശക്തിബോധി സ്വാമി. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ വേദിയിൽ വെറും 11 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഒരു സംസാരം തന്നെയാണ് ഇന്ന് ലോകത്തെവിടെയുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ പ്രവൃത്തികളും വാക്കുകളും അതുതന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സന്യാസിക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ചെയ്യാൻ കഴിയുന്നത്, ഇത്തരത്തിലുള്ള വാക്കുകൾ പറയാൻ കഴിയുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട്. വളരെ ചുരുങ്ങിയ രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകളുമുണ്ട്. എന്തായാലും സ്വാമി പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് ആദ്യത്തെ ഒരു പരാമർശം തന്നെ ഞാൻ സ്വാമിയോട് അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അനിവാര്യമായ ഘട്ടത്തിൽ കുറച്ചൊക്കെ പരദൂഷണം പറയാം എന്നതായിരുന്നു സ്വാമി നടത്തിയ ഒരു പരാമർശം. എന്താണ് സ്വാമിയെ അത്തരത്തിലൊരു ഒരു പരാമർശം നടത്താൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ പരദൂഷണം പറയരുത് എന്നുള്ളത് എല്ലാ മതങ്ങളും അതത് മതങ്ങളുടെ വേദാനുശാസനം അനുസരിച്ച് സാധാരണ ഉത്ബോധിപ്പിക്കുന്ന ഒരു സദാചാര സന്ദേശമാണ്. പക്ഷേ ഈ സദാചാര സന്ദേശത്തെ പല മതപണ്ഡിതന്മാരും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അരുത് എന്ന് പറയേണ്ടിടത്ത് അത് പറയാതിരിക്കാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു കവചം ആയിട്ടാണ്. അരുത് എന്ന് പറയേണ്ടിടത്ത് അരുത് എന്ന് പറയാൻ ഉള്ളൊരു സൗകര്യം മറയായിട്ട്, ഒരു പർദ്ദയായിട്ട് ഈ ഞാൻ പരദൂഷണം പറയില്ല എന്നുള്ളതിനെ ഉപയോഗിക്കുമ്പോൾ, പരദൂഷണം പറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, തിന്മ ചോദ്യം ചെയ്യപ്പെടാതെ പോകും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വാൽമീകിയുടെ ആത്മാവുള്ളൊരു ഭാരതീയ സന്യാസിയാണ്. അരുത് എന്ന് പറയേണ്ടിടത്ത് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും അരുത് എന്ന് തന്നെ പറയാൻ യാതൊരു ഭയവും എനിക്ക് ഇല്ല. വാൽമീകി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാട്ടാളനോടും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്ഷാൽ ശ്രീരാമനോടും അരുത്, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് ധൈര്യം ഉണ്ടാവും രാജാവ് കാട്ടിൽ തള്ളിയ ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കാൻ? വാൽമീകി അതാണല്ലോ ചെയ്തത്. ഒരു ഭരണകൂടം തള്ളിപ്പറഞ്ഞ കാട്ടിലേക്ക് വിട്ട സീതയെ വാൽമീകി സ്വന്തം പർണകുടീരത്തിൽ മകളെ പോലെ സംരക്ഷിച്ചു. ഇതിലും വലിയൊരു രാജശാസനാധികാരമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ വാൽമീകിയുടെ ആത്മാവുള്ള ഒരു ഭാരതീയ സന്യാസിയാണ് ഞാൻ. അരുത് എന്ന് പറയേണ്ടത് PC ജോർജിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും, അതുപോലെ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും,
തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ ഒരു വിഷയങ്ങൾ, അതായത് സ്വാമി അന്ന് സംസാരിച്ച വിഷയങ്ങൾ തന്നെ എടുത്തു ചോദിക്കുന്നത്, ആ ഒരു 11 മിനിറ്റ് ആളുകൾക്ക് അത് കണ്ടിട്ട് മതിയായിട്ടില്ല. അതിൽ സ്വാമിയുടെ ഒരു ചില പരാമർശങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വിശദീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആളുകൾ അതിൻ്റെ ബാക്കി ബാക്കി എപ്പോഴാണ് പുറത്തു വിടുന്നത് എന്ന രീതിയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അന്ന് ഒരു മുൻ MLA എന്നാണ് പറഞ്ഞത്. കാരണം ആ വേദിയിൽ ആ MLAയുടെ പേര് പറയാൻ പോലും കഴിയില്ല, ഇതൊരു പവിത്രമായ വേദിയാണെന്ന് പറഞ്ഞ് PC ജോർജിനെ സ്വാമി പേര് പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കി. PC ജോർജ് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ സ്വാമിയോട് ചോദിക്കുകയാണ്. കാരണം അലോപ്പതിയിലോ ആയുർവേദത്തിലോ അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ട് ഈ വന്ധ്യംകരിക്കുന്നതിനുള്ള തുള്ളിമരുന്നിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. PC ജോർജ് നടത്തിയ ആ ഒരു പരാമർശത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് യൂസഫ് അലിയെ പോലുള്ള, അതായത് ഈ കഴിഞ്ഞ നമുക്കൊക്കെ അറിയാം, ഈ കേരളത്തിലെ ഒരുപാട് ആളുകൾ അവർ മതോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല, പലപ്പോഴും വിദേശങ്ങളിലൊക്കെ ജയിലിൽ കിടന്ന് അവിടെ കെട്ടിവെക്കേണ്ട തുക കെട്ടിവെക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകിയും, അതുപോലെ തന്നെ ഒരുപാട് വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് ഒരു അത്താണിയായും ഒക്കെയുള്ള ഒരു മഹാനായ വ്യക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ യൂസഫ് അലി. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പരാമർശം നടത്തിയ PC ജോർജിൻ്റെ അത്തരം നിലപാടുകളെക്കുറിച്ച് സ്വാമി ഒന്നുകൂടെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഒരർത്ഥത്തിൽ ഒരു വിടുവായനാണ്. വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. പിന്നെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ കടുത്ത അവസരവാദിയാണ്. തൻ്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി ആരെയൊക്കെ പൊക്കി പറയണം, ആരെയൊക്കെ താഴ്ത്തി പറയണം, അതൊക്കെ അവസരവാദപരമായിട്ട് ചെയ്യുകയും മുമ്പ് പൊക്കി പറഞ്ഞവരെ പിന്നീട് തള്ളി പറയുകയും പിന്നീട് തള്ളി പറഞ്ഞവരെ പിന്നീട് പൊക്കി പറയുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ ഒരു ഓന്തു സ്വഭാവം. പുതിയ പേര് വീഴും, പിന്നെ ഓന്ത് ജോർജ് എന്നെങ്ങാനും വരും. അതെ, തീർച്ചയായിട്ടും. ആ ഒരു ഓന്തു സ്വഭാവം, എപ്പോഴും നിറം മാറുന്നൊരു ഓന്തിൻ്റെ സ്വഭാവം PC ജോർജിനുണ്ട്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിലപാട് ഇരുമ്പോലൊക്കെയല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഇയാൾ മാറുകയാണ് എന്ന് പറയാം. പക്ഷേ മാറ്റം സർഗാത്മകമാണെങ്കിൽ അത് മാറ്റമാണ്, നല്ലതാണ്. പക്ഷേ മാറ്റം നാറ്റമാവുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത് PC ജോർജ് പ്രതികരിക്കുമ്പോഴൊക്കെ, ഏത് വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഞാനത്ര ഗൗരവമായിട്ടൊന്നും കാണാറില്ല, വിലമതിക്കാറില്ല. പക്ഷെ ഇത് കുറച്ച് കടന്ന പരാമർശമായിട്ട് പോയതിനൊരു കാരണം, ഇപ്പോൾ ഹിന്ദു ജനസംഖ്യയാണല്ലോ ഇവരുടെ പ്രശ്നം. കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നു, പക്ഷെ ഇന്ത്യയിലോ? കേരളം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ദ്വീപൊന്നുമല്ലല്ലോ, ഇന്ത്യയാണല്ലോ, ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ കുറവുണ്ടോ? എന്താണ് ഇവരത് ചിന്തിക്കാത്തത്? കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിം ക്രൈസ്തവ ജനസംഖ്യയും കുറവാണ്. കാരണം എന്താണ്? ഇവിടെയുള്ള ഏത് മതസ്ഥനാണെങ്കിലും അല്ലെങ്കിൽ മതവിശ്വാസിയോ അവിശ്വാസിയോ ആണെങ്കിലും അവർക്കൊരു ചുമതലാബോധമുണ്ട്. കുട്ടികളെ ഉണ്ടാക്കിയാൽ പോരാ, നല്ല രീതിയിൽ വളർത്തുക കൂടി വേണം. അപ്പോൾ ഈ ചുമതലാബോധവും നമ്മുടെ പ്രത്യുൽപാദന ശേഷിയും തമ്മിൽ ചേർത്ത് ചിന്തിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ ഇത്ര കുട്ടികളുടെ മാതാപിതാക്കളാകാം എന്നും തീരുമാനിക്കുന്നത്, എല്ലാ മതത്തിലും. അത് വിദ്യാഭ്യാസം കൊണ്ടുണ്ടായിട്ടുള്ളൊരു ഗുണമാണ്.
ആ ഗുണത്തെ നിഷേധിക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസത്തിന് നേരെ കാറി തുപ്പുന്ന ഒരു പ്രസ്താവനയാണ് PC ജോർജ് നടത്തിയത്. അത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെതിരായ ഒരു കാറി തുപ്പലായിട്ട് കൂടി വായിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഈ ഒരു സ്വാമി പറഞ്ഞ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറി ചോദിക്കുകയാണ്. അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളീയർ. മക്കളെ എങ്ങനെ വളർത്തണം, നല്ല രീതിയിൽ വളർത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് എന്ന് പറയുന്നു. തീർച്ചയായും ഞാൻ ഒരു പരിധിവരെ ആ വിഷയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഇഷ്ടമുള്ള ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. അതിലൊന്നും ആർക്കും ഇടപെടാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ പാലാ ബിഷപ്പ്, ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, പാലാ ബിഷപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുപോകുന്നു, മതപരിവർത്തനം നടത്തുന്നു, വിവാഹം കഴിക്കുന്നു, അത് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഒക്കെ ആണെന്ന് പറയുന്നു. അതും ഇതും തമ്മിൽ നമുക്ക് കൂട്ടി വായിച്ചൂടെ? ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ അത്തരത്തിലുള്ള വാക്കുകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതായത് ഈ പാലാ ബിഷപ്പ് പറഞ്ഞ അഭിപ്രായത്തിനുള്ള മറുപടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതായിരിക്കും നല്ലത്. കാരണം ഇനത്തോട് എന്നുള്ളതാണല്ലോ. എനിക്ക് പാലാ ബിഷപ്പിനോട് ഏറ്റുമുട്ടാനുള്ള സംസ്കാരം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വെള്ളാപ്പള്ളി നടേശന് തീർച്ചയായിട്ടും അതിന് യോഗ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും PC ജോർജൊക്കെയാണ് ശരിക്കും ഏറ്റുമുട്ടേണ്ടത്. തറക്കാർ തമ്മിൽ മുട്ടണം. നമ്മളതിൽ പെട്ട ആളല്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പാലാ ബിഷപ്പിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, ക്രിസ്ത്യാനികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എത്ര വേണമെങ്കിൽ ഞാൻ തെളിവ് കൊടുക്കാം, ഈഴവരെ ആയിട്ടുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആരും, എന്നുവെച്ചാൽ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെയാണ് സ്ഥിതി. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ പാലാ ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പാണ്. എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന പദപ്രയോഗം, അതിൻ്റെ സംഭവവികാസങ്ങളല്ല ഞാൻ പറയുന്നത്, ആ പദപ്രയോഗം അദ്ദേഹമാണ് നടത്തിയത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ ദൃഷ്ടിയിൽ ഒരു ഇസ്ലാമിക രാജ്യമായ മലേഷ്യയിലെ പത്രങ്ങളാണ് 2005 ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് യൂറോപ്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും ഈ ബിഷപ്പ് എല്ലാം വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഈ ഒരു പദം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്നിരിക്കാം. അദ്ദേഹം അത് സ്വന്തം മതാനുയായികളെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ ഇതും എടുത്ത് ഉപയോഗിച്ചിരിക്കാം. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ കാരണം. അല്ലാണ്ട് അത് അദ്ദേഹം കരുതിക്കൂട്ടി കണ്ടെത്തി ഉപയോഗിച്ച ഒരു പദമാണ് എന്ന അഭിപ്രായം എനിക്ക് ഇല്ല. എൻ്റെ അറിവ് വെച്ചിട്ടാണത്. അല്ലാതെ ആ പദത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ധാരാളം ഈ മയക്കുമരുന്ന് ഉപയോഗങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അതായത് വിപണനം, കള്ളക്കടത്ത്. ഇപ്പോൾ നമുക്കറിയാലോ എത്ര കോടി രൂപയുടെ കഞ്ചാവും അതുപോലെ ഹെറോയിനും ബ്രൗൺ ഷുഗറൊക്കെയാണ് പിടിക്കുന്നത്. ഇതിലെല്ലാ മതസ്ഥരും ഉണ്ട്. ഈ മയക്കുമരുന്ന് മതം, അവിടെ മതമില്ല എന്നുള്ളതാണ്. മയക്കുമരുന്ന് ഒരു മതത്തിൻ്റെയും നയമല്ല. അതൊരു തിന്മയാണ്. എല്ലാവരും കൂടി ചെറുക്കേണ്ട ഒരു തിന്മയാണ്. എല്ലാ മതസ്ഥരും കൂടി ചെറുക്കേണ്ട ഒരു തിന്മയാണത്. ഒരു മതേതര തിന്മയാണ്.
ആ മതേതര തിന്മയെ മതേതര മാനവികത കൊണ്ട് തന്നെയാണ് ചെറുക്കേണ്ടത്. അല്ലാണ്ട് മതം പറഞ്ഞ് ഇനം തിരിച്ച് വർഗീയത ഉണ്ടാക്കിയിട്ടല്ല ചെറുക്കേണ്ടത്. പക്ഷെ അത് വർഗീയത ഉണ്ടാക്കി ചെറുക്കാനുള്ളൊരു ശ്രമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓന്ത് സ്വഭാവം ഉള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള PC ജോർജിനെ പോലുള്ളവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും MLA ആവാൻ ഒരു ഹിന്ദു മുസ്ലിം അഥവാ ക്രിസംഗി ഹിന്ദുത്വ സംഘി വർഗീയത കൊണ്ട് വീണ്ടും MLA ആവാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണത്തിന് ഉപയോഗിക്കുമ്പോഴാണ് പാലാ ബിഷപ്പിൻ്റെ കയ്യുമുത്തുന്ന ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടി വരുന്നത്. പാലാ ബിഷപ്പ് അങ്ങനൊരു വർഗീയവാദി ആണെന്നുള്ള അഭിപ്രായം എന്തായാലും എനിക്കില്ല. കാരണം അങ്ങനൊരു വർഗീയവാദി ആയിരിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പാലാ ബിഷപ്പ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സാധ്യമാവില്ല എന്നാണ്. ഇനിയിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയേക്കാൾ പ്രാധാന്യം PC ജോർജിനും അതുപോലെ മോഹൻ ഭഗവത്തിനും നരേന്ദ്രമോദിക്കുമൊക്കെ നമ്മുടെ പിതാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മാനിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു നല്ല ഇടയന് ഒരിക്കലും PC ജോർജ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മോഹൻ ഭഗവത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ V മുരളീധരൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വർഗീയവാദിയാകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോൾ PC ജോർജിനെ പോലെ സ്വാമി വിശേഷിപ്പിച്ചൊരു വാക്ക് ഓന്ത് ജോർജ്, എന്തായാലും അതൊരു പുതിയ വാക്കാണ്. കേരളം ഇനി അത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് നമ്മുടെ അബ്ദുള്ളക്കുട്ടി, ഇപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇനി PC ജോർജ് വത്തിക്കാനിലേക്ക് പോകുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷ വർഗീയതയുടെ ഇരകളായിട്ടുള്ള ആളുകളാണ് മുസ്ലിം മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും. കമ്മ്യൂണിസ്റ്റുകാരതൊരു പരിധിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള ജോർജിനെ പോലുള്ള ആളുകളും ഇപ്പോൾ ഞാൻ മുസ്ലിം മത വിഭാഗത്തിൽ നിന്ന് അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകളൊക്കെ ഇവരിതൊന്നും തിരിച്ചറിയാതെ പോകുന്നതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഇവരൊക്കെ ആരൊക്കെ എന്ത് ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. അതിൻ്റെ ഒരു കാരണം അത് പിണറായി വിജയൻ്റെയോ കോടിയേരി ബാലകൃഷ്ണൻ്റെയോ VD സതീശൻ്റെയോ ഒന്നും മഹിമയല്ല, AK ആൻ്റണിയുടെയും മഹിമയല്ല. മറിച്ച് ഇവരൊക്കെ മറ്റൊരു മഹിമയുടെ ഏറിയോ കുറഞ്ഞോ ഉള്ള അനുധാവകരാണ് എന്നതുകൊണ്ടുണ്ടായ ഗുണമാണ്. എന്താണ് ആ മഹിമ? അത് നാരായണ ഗുരുവിൻ്റെ മഹിമയാണ്. നാരായണ ഗുരുവിൻ്റെ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഓരോ പഞ്ചായത്തിലും ഓരോ നരേന്ദ്രമോദി ഉണ്ടായാൽ പറ്റില്ല, അല്ലെങ്കിൽ അമിത്ഷാ ഉണ്ടായാൽ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ BJPയും ക്രിസംഗികളും മുസംഗികളും അതുപോലെ തന്നെ ഹിന്ദുത്വ സംഘികളും ഒക്കെ കൂടി ചേർന്ന് വീണ്ടും ഒരു പുതിയൊരു വാക്ക് കണ്ടെത്തി. എന്താ മുസംഗി? മുസംഗി എന്ന് പറഞ്ഞാൽ മുസ്ലിം സംഘികൾ. ഞാൻ അവരെ ഫിത്ന പരിവാർ എന്നാണ് വിളിക്കുക. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും പ്രത്യേകിച്ച് നവമാധ്യമ കാലത്ത് ചെയ്യുന്ന ആളുകൾ. ഈ മുസംഗികളും ഇവരൊന്നും വിചാരിച്ചാൽ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് നാരായണ ഗുരുവിനോടാണ്. നാരായണ ഗുരുവിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്തൊക്കെ ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്രമിച്ചു നോക്കട്ടെ അവർ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, തമിഴ്നാട്ടിലെത്തുമ്പോഴൊരു പ്രശ്നം, തമിഴ്നാട്ടിൽ അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇവരോടല്ല, തിരുവള്ളുവരോടാണ്, തന്തൈ പെരിയോറിനോടാണ്, സുബ്രഹ്മണ്യ ഭാരതിയോടാണ്. ജയിക്കാൻ പറ്റുമോ? ജയിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിലൊരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആരാണെങ്കിലും നിങ്ങൾ തിരുവള്ളുവരെ കുറ്റം പറഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം തിരുവള്ളുവർ തമിഴ് ജനതയ്ക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ധർമ്മ പ്രബോധനങ്ങളുടെ ചൈതന്യം, തിരുക്കുറൾ അത്ര വലുതാണ്.
സുബ്രഹ്മണ്യ ഭാരതി പകർന്നു കൊടുത്തിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ മാനവികമായ ചൈതന്യം, പുരോഗമനാത്മകമായ ചൈതന്യം അത്ര വലുതാണ്. സുബ്രഹ്മണ്യ ഭാരതിയെ നിന്ദിച്ചുകൊണ്ട് അവിടെ ആർക്കെങ്കിലും സംസാരിക്കാൻ തന്നെ പറ്റും. കേരളത്തിൽ അവർ ഒരു പ്രശ്നമുണ്ട്, നാരായണ ഗുരു. ഈ കവചങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ സംഭാവനയെ ലഘൂകരിക്കുകയാണ് എന്ന് കരുതണ്ട. എനിക്ക് നാരായണ ഗുരുവിനെ കുറിച്ച് വിമർശനങ്ങളുള്ള ഒരാളാണ്. പക്ഷെ നാരായണ ഗുരു നമ്മുടെ സമൂഹത്തിന് പകർന്നു തന്നിട്ടുള്ള ഒരു ജനാധിപത്യ മാനവികതയുടെ വിശാലമായ ചൈതന്യം, തലം, അതിനെ നിരാകരിക്കാൻ എനിക്കും ആവില്ല. എനിക്ക് ശങ്കരാചാര്യർ അദ്വൈതത്തോട് പുലർത്തിയ ഒരുതരം ആരാധനാഭാവത്തോടൊക്കെ എനിക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരുപാട് സംവാദങ്ങൾക്കിടവുള്ള തലങ്ങളുണ്ട്. ഞാനത് പുലർത്തുന്ന ഒരാളുമാണ്. പക്ഷെ നാരായണ ഗുരു പകർന്നൊരു സാമൂഹിക ചൈതന്യം അത് തീരെ ചെറുതല്ല. അത് മറ്റുള്ളവരൊക്കെ അതിൻ്റെ അനുയായികളോ അനുകർത്താക്കളോ ആയിരുന്നു. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ പോലും നാരായണ ഗുരുവിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാതെ എന്തെങ്കിലും ചെയ്ത ആളാണെന്ന് പറയാൻ ചരിത്രം വായിച്ച് പരിചയമുള്ള ആർക്കും കഴിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഒരു പ്രബുദ്ധ കേരളീയത ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തമിഴിലും അങ്ങനെ ഒരു ചൈതന്യമുണ്ട്. അതാണ് ഇവർക്ക് അവിടെ രണ്ടിടത്തും രക്ഷയില്ല. ഈ സംഘികൾ അവിടെ പോയിട്ട് വേല്, മുരുകൻ്റെ വേല് വെച്ചിട്ട് ഒരു രാഷ്ട്രീയം കളിക്കാൻ നോക്കി. ശ്രീ മുരുകൻ്റെ വേൽ നടന്നില്ല. ഇവിടെ അവർ അയ്യപ്പനെ ദക്ഷിണേന്ത്യയിലെ അയോധ്യയാക്കാൻ നോക്കി. എടുത്ത് തൂത്തെറിഞ്ഞു. ഉണ്ടായിരുന്ന ഒന്നുപോലും ഇല്ലാതെയാക്കി, സംപൂജ്യമാക്കി. വോട്ട് ഷെയർ കുറഞ്ഞു. എന്നിട്ടും അവരിനിയും പഠിക്കാതെ ഇത് തന്നെ കിടന്ന് കളിക്കുകയാണ് എങ്കിൽ സ്വയം അധോഗതിയിലേക്ക് പോവാൻ, ശവക്കുഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറുള്ളവരെ നമ്മൾ ആര് പിടിച്ച് കയറ്റിയിട്ട് അവർ കയറിപ്പോരില്ല. അവർ ആ ശവക്കുഴിയിൽ അടിഞ്ഞ് തന്നെ പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ആശങ്കയും അക്കാര്യങ്ങളിൽ ഇല്ല. കേരളത്തെ സംബന്ധിച്ചില്ല. ഇന്ത്യയെ കേരളമാക്കുക എന്നുള്ളതാണ് ഇരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇന്ത്യയെ UP ആക്കാനാണ് അല്ലെങ്കിൽ ഗുജറാത്ത് ആക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് അത് വിശ്വാസിയോ അവിശ്വാസിയോ ആയ, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആയ, നായരോ ഈഴവനോ നമ്പൂരിയോ നായാടിയോ ആയ കേരളീയരുടെ മുഴുവൻ ബാധ്യത ഇന്ത്യയെ കേരളവൽക്കരിക്കുക എന്നുള്ളത് ആയിരിക്കണം. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും മതസൗഹാർദ്ദപരമായിട്ടും ഒക്കെയാണ്, എല്ലാ അർത്ഥതലങ്ങളോടും കൂടി തന്നെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് എന്ന ഉത്തരവാദിത്വം കൂടി ഈ പ്രസ്താവനയിൽ ഞാൻ അടിവരയിടുന്നു. സ്വാമിയെ ഞാൻ മനസ്സിലാക്കിയത് വാക്കും പ്രവൃത്തിയും ഒന്നാണ് എന്ന രീതിയിലാണ്. പലപ്പോഴും പലരും പല വേദികളിൽ പലതും പ്രസംഗിക്കും. പക്ഷേ മാറി നിന്ന് വീക്ഷിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ കാണാൻ കഴിയും. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുന്നു, സ്വാമി ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴെങ്കിലും ഇതര മതസ്ഥരോട് ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്തെങ്കിലും അസഹിഷ്ണുത തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നാറുള്ളത്. ഞാനൊരു മനുഷ്യനാണ്, മറ്റുള്ളവരും മനുഷ്യരാണെന്നുള്ളതാണ് ഞാൻ കാണുമ്പോൾ എപ്പോഴും കാണുക. അതിനുശേഷം വരുന്ന അലങ്കാരങ്ങളോ മറ്റോ ആണ് മറ്റെല്ലാം. അത് രാഷ്ട്രീയമാവട്ടെ, മതമാവട്ടെ, ഭാഷയാവട്ടെ, വേഷവിധാനങ്ങളാവട്ടെ, ഭക്ഷണ രീതികളാവട്ടെ, ഒക്കെ നമ്മുടെ അലങ്കാരം. നമ്മൾ നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുന്നതാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അലങ്കരിക്കുന്നതാണ് ഇതൊക്കെ. ശരിക്കും ഞാൻ മനുഷ്യരായിട്ടാണ് കാണുന്നത്. പക്ഷെ മനുഷ്യരോട് എനിക്ക് വിയോജിപ്പ് തോന്നാറുണ്ട്. എനിക്കിപ്പോൾ PC ജോർജിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശശികലയോടോ അല്ലെങ്കിൽ കുമ്മനത്തിനോടോ ഉള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, ചിദാനന്ദപുരിയോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള വിയോജിപ്പാണ്. അല്ലാണ്ട് ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ BJP-കാരനോടോ SDPI-കാരനോടോ ജമാഅത്ത് ഇസ്ലാമിക്കാരനോടോ ഉള്ള വിയോജിപ്പല്ല. മനുഷ്യ, നിനക്ക് ഇത്രയും നല്ല തലച്ചോറുണ്ടായിട്ട്, വിശാലമായിട്ട് ആകാശത്തെ ഉൾക്കൊള്ളാനുള്ള തലച്ചോറുണ്ടായിട്ട്
നീ എന്തിനാണ് ഒരു കുണ്ടൻ കിണറിനെ ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള വിയോജിപ്പാണ് എനിക്ക് എല്ലാ വർഗീയവാദികളോടും ഉള്ളത്. എനിക്ക് വർഗീയവാദത്തോടാണ് വിയോജിപ്പ്. വർഗീയവാദം സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട് ആ മനുഷ്യരോടും ഞാൻ വിയോജിക്കുന്നു. മനുഷ്യരോടാണ് വിയോജിക്കുന്നത്, മതത്തോടല്ല. എനിക്ക് പ്രധാനം മനുഷ്യൻ സങ്കുചിതനാവരുത് എന്നുള്ളതാണ്. മനുഷ്യൻ വിശാലബുദ്ധി ഉള്ളവനായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ അവനവൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ചൂടും പ്രകാശവും കൊടുക്കാനായിട്ട് ഉദിക്കുന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആകാശത്തേക്കും കൂടി ഒന്ന് നോക്കണം. മണ്ണുണ്ടായാൽ മാത്രം മനുഷ്യൻ ജീവിക്കില്ല, സൂര്യനും വേണം. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന സ്ഥലം ആകാശമാണ്. അത് ആരുടെയും കുത്തകയൊന്നുമില്ല. അതിന് ഹിന്ദു ആകാശം, ക്രിസ്ത്യൻ ആകാശം, മുസ്ലിം ആകാശം, ജമാഅത്തെ ഇസ്ലാമി ആകാശം, SDPI ആകാശം, RSS ആകാശം, കമ്മ്യൂണിസ്റ്റ് ആകാശമൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആകാശമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് വേണം. ആ ചിന്ത കുറയുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ വിയോജിക്കാറുണ്ട്, തർക്കിക്കാറുണ്ട്, കലഹിക്കാറുണ്ട്. ആ കലഹം എനിക്ക് എല്ലാ വർഗീയവാദികളോടും ഉണ്ട്. അത് ആ മനുഷ്യരിലെ സങ്കുചിതത്വത്തോടുള്ള വിയോജിപ്പും കലഹങ്ങളും ആണ്, അല്ലാതെ മതത്തോടോ ആചാരങ്ങളോടോ ഉള്ള കലഹങ്ങൾ. എനിക്കെന്ത് അധികാരമാണുള്ളത്? ഞാനിങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നിൽ പ്രസാദം ചൊരിയും എന്നാണ്. വേറൊരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എന്ന് പറയാൻ എനിക്കെന്താണ് അധികാരമുള്ളത്? ദൈവം എനിക്ക് എഴുതി തന്നിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ അനുഗ്രഹിക്കുന്നു? ഇല്ല. ഒരു വിശ്വാസം, മറ്റതും വിശ്വാസം തന്നെയാണ്. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. പക്ഷേ ഈ വിശാലത നമ്മൾ കൈവിടരുത്. വിശാലത കൈവിടുന്നത് നമ്മുടെ ചിന്താശക്തിയെ ഷണ്ഡീകരിക്കലാണ്. ഇപ്പോൾ PC ജോർജ് ചെയ്യുന്നത് ഷണ്ഡീകരണ പ്രവർത്തനമാണ്. അയാൾ സ്വയം ചെയ്തതും ഷണ്ഡീകരണ പ്രവർത്തനമാണ്. മറ്റുള്ളവരിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഷണ്ഡീകരണം. അത് വർഗീയത ഷണ്ഡീകരണ പ്രവർത്തനമാണ്. തലച്ചോറിനെ ഷണ്ഡീകരിക്കലാണ് വർഗീയത. എല്ലാ വർഗീയതകളും തലച്ചോറിനെ ഷണ്ഡീകരിക്കുന്നു. PC ജോർജ് അതിൻ്റെ ഒരു ഡോക്ടറാണ്. തലച്ചോറിനെ ഷണ്ഡീകരിക്കുന്ന ഒരു ഡോക്ടർ. അയാൾ സ്വയം ചെയ്തു. അത് അയാൾ ചിന്തിക്കുന്നില്ല. അയാൾ ചിന്തിക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. PC ജോർജിനെ പോലുള്ളവർ ചില വേദികളിലെത്തി, അല്ലെങ്കിൽ PC ജോർജിന് വേദികൾ ഒരുക്കി കൊടുത്ത് ചില ആളുകൾ PC ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് വേണം പറയാം. PC ജോർജിനും ചില ലക്ഷ്യങ്ങളുണ്ട്. PC ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുന്നവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ കലഹിക്കുന്നതും അതുപോലെ തന്നെ പ്രതിരോധത്തിലാവുന്നതും ഒരുപാട് ആളുകൾ ആ രീതിയിൽ പ്രതിരോധത്തിലായി പോകുന്നുണ്ട്, കലഹിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എന്തെല്ലാം കോലാഹലങ്ങളുണ്ടായി കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഇത്തരക്കാരെ പിടിച്ചുകെട്ടുന്നതിനൊരു ശാശ്വത പരിഹാരം സ്വാമിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇതിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ആശയം പ്രചരിപ്പിക്കാനുള്ള സന്നാഹങ്ങളും അതിൻ്റെ വേഗതയും വളരെ വലുതാണ്. ആ സന്നാഹങ്ങളും വേഗതയും തിന്മയുടെ ശക്തികൾ ഉപയോഗിക്കുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് അത് ചെയ്യാൻ പിണറായി വിജയൻ സർക്കാർ ഒരു നീക്കം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതേ ആളുകൾ എന്താണ് പറഞ്ഞത്? ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുല്ലും പുലഭ്യവും പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല. എൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും പേരല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഭാഷയിൽ വസ്തുനിഷ്ഠമായിട്ട് മതിയായ പ്രമാണങ്ങളോടുകൂടി
പരസ്പരം സംവദിക്കാൻ കഴിയണം. അതാണ് ആവിഷ്കാരം എന്ന് പറയുന്നത്. അതിനാണ് സ്വാതന്ത്ര്യം വേണ്ടത്. മുഖത്തോട് മുഖം നോക്കി, മുഖത്തോട് മുഖം, അല്ലാണ്ട് പുല്ലും പുലഭ്യവും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല വേണ്ടത്. അപ്പോൾ ഈ പുല്ലും പുലഭ്യവും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കൽ എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാവുക? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ്. എന്താണ് പറയുന്നത്? നീ അസഭ്യം പറയരുത് എന്ന് പറയാത്ത ഏത് വേദഗ്രന്ഥമാണുള്ളത്? കബീർ പറയും അസഭ്യം പറഞ്ഞോളൂ, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും വേദഗ്രന്ഥം ഉണ്ടോ? അപ്പോൾ ഇവിടെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എന്താ ചെയ്യണത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ലേ? അത് നിരോധിക്കണം, അത് വേണ്ടാന്ന് വയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? എന്താണ് ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷറക്കിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ തന്നെ അഭ്യർത്ഥിക്കണം പിണറായിയോട് ആ നിയമം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ചെയ്യോ? അതിനുള്ള സത്യസന്ധത ഇവർക്കുണ്ടോ? ഇവിടെയുള്ള പകുതി വർഗീയ പ്രശ്നങ്ങൾ അവസാനിക്കുക. പകുതി വർഗീയ പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുന്നു. ഇപ്പം എൻ്റെ മതസ്വാതന്ത്ര്യം എവിടം വരെയാണ് കബീർ? ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഒരു ക്രൈസ്തവ വിശ്വാസി, അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് ധാരാളം ക്രൈസ്തവ ശിഷ്യന്മാരൊക്കെ ഉള്ളതാണ്. പലരും ഇവിടെ വരും, പഠിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് യേശുക്രിസ്തു വെറും ഒരു ദൈവദൂതനല്ല, ദൈവത്തിൻ്റെ ഒരു മെസ്സഞ്ചർ മാത്രമല്ല, ദൈവം മനുഷ്യനെ സ്പർശിക്കാനായിട്ട് ഉടലെടുത്ത് ഭൂമിയിലേക്ക് വന്ന സ്വരൂപമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്ന് പറയാം. എങ്ങനെ? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അവിടെ ഒരു ഒന്നാണ് എന്നുള്ളൊരു ധ്വനിയുണ്ട്. അത് വെച്ചിട്ടാണ് അവർ യേശുവിനെ എന്താ പറയുക ആരാധിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോ വിശുദ്ധ ഖുർആൻ പ്രകാരം അതിലൂന്നി ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ദൂതന്മാർ മാത്രമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആദർശപരമായൊരു ഐക്യം എളുപ്പമല്ല. ആദർശപരം എന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിനെ കാണേണ്ടത് വിശ്വാസപരമായ ഐക്യം സാധ്യമല്ല. വ്യത്യാസമുണ്ട്. ഇപ്പോൾ O ഗ്രൂപ്പ് ബ്ലഡ്, AB നെഗറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ്, ഇത് രണ്ടും ഒന്നിച്ച് ചേർക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടും ബ്ലഡാണ്, രണ്ടും ജീവനെ രക്ഷിക്കുന്നതാണ്, ജീവിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് കൂട്ടിക്കലർത്താൻ പറ്റില്ല. കൂട്ടിക്കലർത്തിയ ഒന്നിനും കൊള്ളാത്തതാവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യത്യാസം ഈ മതങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പ്രബോധകൻ്റെ കടമ എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവതുല്യം ബഹുമാനിക്കുന്ന യേശുക്രിസ്തുവിനെ ഖുർആൻ ആധാരമാക്കി ജീവിക്കുന്ന ഞങ്ങൾ ദൈവദൂതനായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ദൈവദൂതൻ എന്ന നിലയിൽ ആദരിക്കുമ്പോഴും ദൈവമായിട്ട് ആദരിക്കുമ്പോഴും ആദരവിൻ്റേതായ ഒരു ഐക്യം ഉണ്ട്. ആ ഐക്യത്തിൽ നമുക്ക് ഒന്നിക്കാം. ഇതേ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ക്രൈസ്തവർ വിശ്വസിക്കുന്നതാണോ ശരി, ഇതാണോ ശരി, ഏതാണ് യഥാർത്ഥ ദൈവഹിതം എന്നൊക്കെ ചർച്ച ചെയ്യാൻ മതി. ഇവനൊക്കെ ആരാന്ന് ദൈവത്തിൻ്റെ ഹിതം പറയാൻ? ഇവൻ്റെ ഭാര്യയുടെ ഹിതം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വരുന്ന സാരി എനിക്കിഷ്ടമായില്ല എന്ന് ഭാര്യ പറയുന്നു. സ്വന്തം ഭാര്യയ്ക്ക് ഏത് കളറിലുള്ള സാരി ഇഷ്ടാവും എന്ന് അറിയാൻ പറ്റാത്ത ആളാണ് ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത്. സർക്കാരോ കോടതിയോ ആരൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ചെയ്യേണ്ട ഒരു സാധനമാണ്. എനിക്ക് സ്വാമിയോട് ചോദിക്കാനുള്ളത്, സ്വാമിയുടെ
അന്നത്തെ ആ ഒരു 11 മിനിറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ കൂടുതൽ സ്വാമിയെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമ്മളിതിന് മുൻപ് പരിചയപ്പെട്ടിട്ടില്ല, കുറച്ച് നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. സ്വാമി അന്ന് നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പരാമർശം, കേരളം യോഗി ആദിത്യനാഥുമാരെ സൃഷ്ടിക്കാതിരിക്കട്ടെ, സൃഷ്ടിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ, അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന, ഇത് രണ്ടും പങ്കുവെച്ചാണ് സ്വാമി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥും സ്വാമിയും തമ്മിൽ കാണുമ്പോൾ ഒക്കെ ഏകദേശം ഒരേ വസ്ത്രധാരണം, സന്യാസ ജീവിതം എല്ലാം ഒരുപോലെ തന്നെയാണ്. എവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? ഏത് മേഖലയിലാണ്? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? വിശ്വാസപരമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ വേഷത്തിലും കാണാൻ കഴിയുന്നില്ല. എവിടെയാണത്? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക വീക്ഷണത്തിലാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ തന്നെയാണ് യോഗി ആദിത്യനാഥ്, ഞാനും. അപ്പം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവണം. യോഗി ആദിത്യനാഥിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ അത്രത്തോളം സ്വാതന്ത്ര്യം എനിക്ക് മറ്റെല്ലാവർക്കും എന്നതുപോലെ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ഉണ്ടായിരിക്കണം. ആ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തി പിടിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കാവി, ഇപ്പം ഞാൻ ധരിച്ചാലും അദ്ദേഹം ധരിച്ചാലും കാവി തന്നെയായിരിക്കും. അപ്പം ഈ നിലപാടിലാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നത്. ഇവിടെ എന്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, കാവി ഉടുത്തവരൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരേ ഒരു രാഷ്ട്രീയം നമോ രാഷ്ട്രീയമാണ്, നരേന്ദ്രമോദി കി ജയ് വിളിക്കുന്ന രാഷ്ട്രീയമാണെന്നൊരു തെറ്റിദ്ധാരണ ഇവിടെ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ 2006 പൊതുവേദികളിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നത് സ്വാമിമാർക്ക് രാഷ്ട്രീയം പാടുമോ എന്നാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ ഉമാഭാരതി ആരാണ്? സന്യാസിനിയാണ്. സന്യാസിനിക്ക് രാഷ്ട്രീയമാവാമെങ്കിൽ സന്യാസിക്കും രാഷ്ട്രീയമാവാം. സിമ്പിളായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇപ്പോൾ അത് അങ്ങനെ ചോദിക്കുന്നില്ല. രാഷ്ട്രീയമാവാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി BJPയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്വാമിക്ക് രാഷ്ട്രീയം പാടുമോ എന്ന് ചോദിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? സ്വാമിക്ക് BJP രാഷ്ട്രീയം അല്ലാതെ മറ്റു രാഷ്ട്രീയം എന്തെങ്കിലും പറ്റുമോ എന്നുള്ള നിലയിലാണ് ചോദ്യം വരുന്നത്. ഞാൻ പറയുന്നത് BJP രാഷ്ട്രീയം പറ്റുന്ന സ്വാമി ആവുക എന്ന് പറഞ്ഞാൽ അയാൾ സ്വാമി അല്ലാതാവുക എന്നാണ് അർത്ഥം എന്നാണ്. കാരണം വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. വലിയൊരു പ്രചോദനമാണത്. വിവേകാനന്ദൻ്റെ രാഷ്ട്രീയം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ്. നിങ്ങൾ RSSകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരിക്കലും വിവേകാനന്ദൻ്റെ ഫോട്ടോ കാണിക്കുകയുള്ളൂ, വാക്കുകൾ ഉച്ചരിക്കില്ല. വിവേകാനന്ദൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ അപ്പം തകർന്നു വീഴും ഇവരുടെ ആശയം. വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യം, ഒരു യഥാർത്ഥ ഹിന്ദു യഥാർത്ഥ ക്രിസ്ത്യാനിയാവും, യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദുവുമായിരിക്കുന്നതാണ്. ഇതിനോട് അർത്ഥത്തിന് യോജിക്കാൻ പറ്റും. PC ജോർജാണ് ക്രിസ്ത്യാനിയെങ്കിൽ V മുരളീധരനെ പോലുള്ള ഹിന്ദുക്കൾക്ക് യോജിക്കാൻ തോന്നും. പക്ഷെ PC ജോർജാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് നമ്മളാരും കരുതുന്നില്ല. നമുക്കൊക്കെ ചാവറ ഇലിയാസ് അച്ഛനും അതുപോലെ അങ്ങനെയുള്ള മഹാത്മാക്കളുമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് തോന്നിയിട്ടുള്ളത്. മറിച്ച് വിവേകാനന്ദൻ്റെ മറ്റൊരു കോട്ട എന്താണ്? വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യം,
മനുഷ്യരും തമ്മിലുള്ള സമത്വം ഒരു ആദർശം എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്വൈതം പോലെയുള്ള സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രയോഗത്തിൽ വരുത്തുന്ന കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. വേദാന്ത മസ്തിഷ്കവും ഇസ്ലാമിക ശരീരവുമുള്ള ഇന്ത്യ ഈ കലക്കങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ഇടയിലൂടെ ഉയർന്നു വരുന്നത് ഞാൻ എൻ്റെ മനക്കൺ കൊണ്ട് കാണുന്നു എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ഈ വിവേകാനന്ദന് യോഗി ആദിത്യനാഥ് പറയുന്ന ശൈലിയിൽ, സാക്ഷി മഹാരാജ് പറയുന്ന ശൈലിയിൽ, സാധി പ്രാചി പറയുന്ന ശൈലിയിൽ, ചിദാനന്ദപുരി ഒരു പരിധി വരെ കേരളത്തിലായതുകൊണ്ടാണ്, അദ്ദേഹം ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ യോഗി ആദിത്യനാഥിൻ്റെ അച്ഛനാവുമായിരുന്നു, പറയുന്ന ശൈലിയിൽ ഇസ്ലാമിക വിരുദ്ധത പറയാൻ പറ്റില്ല. ഇവിടെ ഭഗവത്ഗീത എന്താ പഠിപ്പിക്കുന്നത്? ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി എന്നാണ്. ഞാനിപ്പോൾ ഇടയ്ക്കൊരു ശ്ലോകം ഉദ്ധരിച്ചില്ലെങ്കിൽ സ്വാമി AKG സെൻറ്ററിൽ നിന്നാണ് ദീക്ഷ എടുത്തതെന്ന് പറയും. ഇവന്മാർക്ക് തെറി പറയാൻ ഒരു വസ്തുതയും ഒന്നും പഠിക്കണ്ടല്ലോ. തെറി പറയാൻ വെറുതെ അങ്ങാടിയിൽ പോയി നിന്നാൽ മതി. സംസാരിക്കാൻ വസ്തുത പഠിക്കണം. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലായിടത്തും എന്നെ കാണണം. ഭഗവാൻ പറയാണ് കൃഷ്ണനെ കാണണം. കബീറിലും ഞാൻ കൃഷ്ണനെ കാണണം, മസ്ജിദിലും ഞാൻ കൃഷ്ണനെ കാണണം. എങ്ങനെ? ഗുരുവായൂർ അമ്പലത്തിൽ കാണുന്നത് പോലെ തന്നെ. പിന്നെ കൃഷ്ണൻ എന്താ പറയുന്നത്? യോമാം പശ്യതി സർവത്ര, എല്ലാത്തിലും എന്നെ കാണുക, എന്നിലെല്ലാറ്റിനെയും കാണുക. അപ്പോൾ ഞാൻ കാർൽ മാർക്സിനെ എവിടെ പോയിട്ട് കാണും? മഹാത്മാഗാന്ധിയെ ഞാൻ എവിടെ പോയിട്ട് കാണും? കൃഷ്ണനിൽ വെച്ചേ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതിനൊക്കെ മാതൃകകളുണ്ട്. സ്വാമി സഹജാനന്ദ സരസ്വതി, EMS നമ്പൂതിരിപ്പാട് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ, അവരുടെ സഹജാനന്ദ സരസ്വതി സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സ്വാതന്ത്ര്യ സമര പ്രവർത്തകനൊക്കെ ആയിരുന്നു ഒരു യുവാവിന്, EMSനെ പോലൊരു യുവാവിന് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാൻ തോന്നുന്നൊരു സ്വാമി സങ്കല്പിക്കാൻ പറ്റുമോ? സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ സെക്രട്ടറി ആവാൻ എന്തുകൊണ്ടാണ് EMS തയ്യാറായത്? സ്വാമി സഹജാനന്ദ സരസ്വതി അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ പ്രബല വിഭാഗമായ കർഷകർക്ക് വേണ്ടി ജീവൻ പടയം വെച്ച് സമരങ്ങൾ നയിച്ച ആളാണ് അദ്ദേഹം. ഓം തത് സത് എന്നതിനോടൊപ്പം തന്നെ ഇൻകുലാബ് സിന്ദാബാദ് എന്നും ഒന്നിച്ച് വിളിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. സന്യാസം അധികാരവും സ്വത്തും സമ്പാദിക്കാനുള്ള ഉപായമാക്കിയ ആളല്ല. ഇപ്പം അമൃതാനന്ദമയി കുറേ കോളേജൊക്കെ നടത്തുന്നുണ്ട്, ആശുപത്രി നടത്തുന്നുണ്ട് എന്നൊക്കെ പറയും. അമൃതാനന്ദമയിയുടെ കോളേജിൽ സീറ്റ് കിട്ടാൻ എന്ത് വേണം? പണം വേണം. അത് അമൃതാനന്ദമയി കോളേജിൽ മാത്രമല്ല. ഇപ്പം ഞാനത് പറഞ്ഞ അപ്പോൾ മറ്റു കോളേജുകളിലോ അത് എല്ലാത്തിലും അത് തന്നെയാണ് കച്ചവടം നടക്കുന്നതെന്ന്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന കച്ചവടം തന്നെയാണ് അമൃതാനന്ദമയും ചെയ്യുന്നതെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. നമുക്ക് വിരോധമൊന്നുമില്ല. അമൃതാനന്ദമയിയുടെ ദിവ്യ കച്ചവടവും കാന്തപുരത്തിൻ്റെ വൃത്തികെട്ട കച്ചവടവും കർദിനാളിൻ്റെ മറ്റൊരു വൃത്തികെട്ട കച്ചവടം എന്ന് പറയാണ്ടിരുന്നാൽ മതി. എല്ലാം നടത്തുന്നത് കച്ചവടമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പം അമൃതാനന്ദമയി എന്താ ചെയ്യണത്? കോഴ എന്ന് വിമർശകരും സംഭാവന എന്ന് അനുകൂലികളും പറയുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇത്തരം സ്ഥാപനങ്ങളൊന്നും സ്വാമി സഹജാനന്ദ സരസ്വതി കെട്ടിപ്പടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം കെട്ടിപ്പടുത്തത് ഒരു ജനാധിപത്യ ഭാരതത്തിൻ്റെ സമര ചൈതന്യമുള്ള ഒരു ജനതയെയാണ്.
ആ ജനതയുടെ മുമ്പിൽ നരേന്ദ്രമോദി സർക്കാരിന് പോലും അടിയറവ് പറയേണ്ടി വന്നു. കർഷക സമരത്തിന് മുമ്പിൽ എനിക്ക് അത്തരം സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ വഴിയെ പോകുന്നൊരു സ്വാമിയാവാനാണ് ഇഷ്ടം. അതാണ് വ്യത്യാസം. അതാണ് ഞാൻ യോഗി ആദിത്യനാഥും തമ്മിലുള്ള വ്യത്യാസം. ഇത് നാരായണ ഗുരുവും ചിദാനന്ദപുരിയും തമ്മിലുള്ള വ്യത്യാസമാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ചിന്മയാനന്ദ സ്വാമിയും നാരായണ ഗുരുവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. കാവി ധരിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഒരുപോലെയാവില്ല. രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക ബോധത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഉയർത്തിപ്പിടിക്കുന്ന വേദാവബോധത്തിൻ്റെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിലും ഉണ്ട്. പക്ഷെ അതിനെ നേരിടേണ്ടത് തെറി വിളിച്ചുകൊണ്ടല്ല. ഞാൻ യോഗി ആദിത്യനാഥ് കള്ളസ്വാമിയാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ അനുയായികൾക്ക് എന്നെ കള്ളസ്വാമി എന്ന് വിളിക്കാനും അധികാരമൊന്നും ഇല്ല. എൻ്റെ ഒരു ശിഷ്യനും യോഗി ആദിത്യനാഥ് കള്ളസ്വാമിയാന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിക്കുന്നത് യോഗി ആദിത്യനാഥ് കള്ളസ്വാമിയാണോ നല്ല സ്വാമിയാണോ എന്ന് വിധി എഴുതാനല്ല. യോഗി ആദിത്യനാഥ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാനാണ്. ആശയത്തെ ആശയം കൊണ്ട് നേരിടൽ അങ്ങനെയാണ്. അതിന് ആശയത്തെ ഗ്രഹിക്കാനുള്ള മസ്തിഷ്കത്തിൻ്റെ ആംബിയർ വേണം. ആ ആംബിയർ PC ജോർജുമാരെ ചുമന്നുകൊണ്ട് നടന്നാൽ കിട്ടില്ല. കാരണം മസ്തിഷ്കം ഷണ്ഡീകരിക്കപ്പെട്ടു വർഗീയത കൊണ്ട്. ഇതാണ് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു 11 മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മളിതുവരെ കേട്ടത്. ഇത് കേൾക്കാൻ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർ തന്നെ അത്തരത്തിലുള്ള ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമിയെ നേരിൽ കണ്ട് വിശദമായി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി. അദ്ദേഹവും യോഗി ആദിത്യനാഥും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അമൃതാനന്ദമയിയും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കി. പലരും അദ്ദേഹത്തെ സുഡാപ്പി സ്വാമി അതുപോലെ തന്നെ കമ്മി സ്വാമി എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കണ്ടു. എന്നാൽ അതിനൊക്കെയുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും സ്വാമി അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി നമ്മളോടൊപ്പം ചേരും. സമയക്കുറവ് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.